ഹായ് ഡിയർ സ്റ്റുഡൻറ്റ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബയോളജിയിലെ സെൻസേഷണൽ റെസ്പോൺസിലെ ലാസ്റ്റ് പാർട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് സ്പൈനൽ കോഡ് ഫങ്ഷനാണ് പറഞ്ഞു നിർത്തിയത്. അതിനകത്ത് അവിടെ നിന്നിങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞു തുടങ്ങാം. അതിനകത്ത് നമ്മൾ ഒരു ഫങ്ഷൻ, സ്പൈനൽ കോഡിൻ്റെ ഒരു ഫങ്ഷൻ നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഏതായിരുന്നു? കൺട്രോൾ റിഫ്ലക്സ് ആക്ഷൻ. വാട്ട് ഈസ് റിഫ്ലക്സ് ആക്ഷൻ? എന്താണ് റിഫ്ലക്സ് ആക്ഷൻ? അവിടെ നമുക്ക് ഇങ്ങോട്ട് വരാം. അപ്പോൾ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത് സഡൻ റെസ്പോൺസ് ആണ്. ബോഡിയുടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടാകുന്ന സഡൻ റെസ്പോൺസിനെയാണ് പൊതുവേ നമ്മൾ ഈ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ടുവാർഡ്സ് സ്റ്റിമുലി, ഈ സ്റ്റിമുലിക്കനുസരിച്ച് അല്ലെങ്കിൽ സ്റ്റിമുലിക്കനുസരിച്ച് ബോഡിയിലുണ്ടാകുന്ന സഡൻ റെസ്പോൺസിനെയാണ് നമ്മൾ എന്താ അറിയപ്പെടുന്നത്? റിഫ്ലക്സ് ആക്ഷൻസ് എന്ന് പറയുന്നത്. റിഫ്ലക്സ് നോക്കൂ നിങ്ങൾ, ഈ റിഫ്ലക്സ് ആക്ഷൻ അൺകോൺഷ്യസ് ആക്ടിവിറ്റീസ് ആണ്. റിഫ്ലക്സ് ആക്ഷൻ ഇസ് അൺകോൺഷ്യസ് ആക്ടിവിറ്റീസ്, അതായത് ബോധത്തിനപ്പുറത്തേക്ക് അല്ലേ, ഒരു അൺകോൺഷ്യസ് ആക്ടിവിറ്റീസാണ് പ്രധാനമായിട്ടും റിഫ്ലക്സ് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും സ്റ്റിമുലിക്ക് അനുസരിച്ച് എന്ത് ചെയ്യാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുക. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്? റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്ക്, നിങ്ങളിവിടെ ഒരു ഫ്ലെയിം ഉണ്ട്. നോക്ക് നിങ്ങൾ, ഈ ഫ്ലെയിമിനെ നിങ്ങൾ ടച്ച് ചെയ്യുക അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. നമ്മൾ അറിഞ്ഞുകൊണ്ട് തൊട്ട് കഴിഞ്ഞാലും അറിയാതെയൊക്കെ തൊടുന്നുണ്ട്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ബോഡി സഡൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഹാൻഡ് വിഡ്രോ ചെയ്യുന്നുണ്ട്, സഡനായിട്ട് വിഡ്രോ ചെയ്യുന്നുണ്ട്. ഈ പ്രോസസ്സിനെയാണ് എന്തറിയപ്പെടുന്നത്? റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. നോക്ക് നിങ്ങൾ, ഈ പ്രോസസ്സ് അൺകോൺഷ്യസ് ആണ് അല്ലേ, അബോധ പ്രവർത്തനമാണ്. അപ്പോൾ നോക്ക് നിങ്ങൾ, ഇത് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ കോൺഷ്യസ് മൈൻഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഫ്ലെയിമിനെ ടച്ച് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് പിൻവലിക്കുമോ? ഇല്ല. നമ്മൾ ടച്ച് ചെയ്തു, ചൂടൊക്കെ വന്ന് അല്ലേ, നല്ല ഹീറ്റായി കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? ഈ ഹാൻഡ് വിഡ്രോ ചെയ്യുന്നുള്ളൂ. അല്ലാതെ നമ്മൾ വിഡ്രോ ചെയ്യുമോ? ഇല്ല. അപ്പം ഈ സഡൻ അൺഎക്സ്പെക്റ്റഡ് റെസ്പോൺസ് ആണ് അല്ലെങ്കിൽ ടുവാർഡ്സ് സ്റ്റിമുലി. അതായത് സ്റ്റിമുലിക്കനുസരിച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ബോഡി റെസ്പോണ്ട് ചെയ്യുന്ന പ്രോസസ്സാണ് എന്തറിയപ്പെടുന്നത്? റിഫ്ലക്സ് ആക്ഷൻ. റിഫ്ലക്സ് ആക്ഷൻസ് ആർ ടു ടൈപ്സ്. ഇതെല്ലാം സെറിബ്രൽ റിഫ്ലക്സ് ആൻഡ് കണ്ടീഷൻ റിഫ്ലക്സ്. അതിൽ നമ്മൾ ഈ അൺകോൺഷ്യസ് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ഈ അല്ലെങ്കിൽ റിഫ്ലക്സ് ആക്ഷൻ കൺട്രോൾ അല്ലെങ്കിൽ റിഫ്ലക്സ് ആക്ഷൻ ഒക്കെ എന്താണ്? ഭൂരിഭാഗവും അൺകോൺഷ്യസ് ആക്ടിവിറ്റീസാണ്. എന്നാൽ കോൺഷ്യസ് മൈൻഡിലും എന്ത് നടക്കുന്നുണ്ട്? റിഫ്ലക്സ് ഉണ്ടാവാറുണ്ട്. അത്തരം റിഫ്ലക്സുകളെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്? സെറിബ്രൽ റിഫ്ലക്സ്. സെറിബ്രൽ റിഫ്ലക്സ് ഈസ് ഫോംഡ് ദ ബ്രെയിൻ അല്ലേ, ബ്രെയിനിൽ നിന്ന് ഫോം ചെയ്യുന്ന റിഫ്ലക്സുകളെയാണ് എന്തറിയപ്പെടുന്നത്? സെറിബ്രൽ റിഫ്ലക്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ റിഫ്ലക്സുകളെ കൺട്രോൾ ചെയ്യുന്നത് സ്പൈനൽ കോഡാണ്. ഈ അൺകോൺഷ്യസ് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ഈ ഇത്തരം റിഫ്ലക്സുകളെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? സ്പൈനൽ കോഡാണ്. എന്നാൽ കോൺഷ്യസ് മൈൻഡിലും റിഫ്ലക്സുകൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ചില റിഫ്ലക്സുകളെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ബ്രെയിനാണ്. അപ്പം ബ്രെയിനിൽ നിന്ന് ഫോം ചെയ്യുന്ന റിഫ്ലക്സുകളെയാണ് എന്തറിയപ്പെടുന്നത്? സെറിബ്രൽ റിഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെറിബ്രൽ റിഫ്ലക്സിന് എക്സാമ്പിളാണ് ഏത്? ബ്ലിങ്കിങ് ഓഫ് ഐസ്. നമ്മൾ കണ്ണ് പൂട്ടുന്നത് എന്താണ്? അല്ലെങ്കിൽ ബ്ലിങ്കിങ് ഓഫ് ഐസ്. ഇത് ഏതാണ്? ഈ സെറിബ്രൽ റിഫ്ലക്സിന് എക്സാമ്പിളാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇനി നോക്ക് നിങ്ങൾ, ഈ റിഫ്ലക്സ് ആക്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം നമുക്ക് അല്ലേ. നമ്മളിവിടെ എന്താണ്, നമ്മൾ ഹാൻഡ് ടച്ച് ചെയ്തു അല്ലേ. ഇവിടെ ടച്ച് ചെയ്ത സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഒരു സ്റ്റിമുലി ഉണ്ടായി, അതിനെ റിസീവ് ചെയ്യാൻ എന്തുണ്ട്? റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ റിസപ്റ്റേഴ്സ് റിസീവ് ചെയ്തു, ഒരു ഇമ്പൾസ് ജനറേറ്റ് ചെയ്തു ഇവിടെ അല്ലേ. നമുക്കറിയാം, ഇമ്പൾസ് ജനറേറ്റ് ചെയ്തു. ഈ ഇമ്പൾസിന് നെർവ് അല്ലേ, ഏത് നെർവായിരിക്കും നമുക്കറിയാം? സെൻസറി നെർവ്. സെൻസറി നെർവ് എവിടെ എത്തിക്കും? ഇവിടെ സ്പൈനൽ കോഡിലെത്തിക്കും. അങ്ങനെ സ്പൈനൽ കോഡിൽ എത്തിച്ച് ആർക്ക് കൈമാറും? ഇന്റർ ന്യൂറോൺ. എന്താണ് ഇന്റർ ന്യൂറോൺ? രണ്ട് ന്യൂറോണുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ന്യൂറോണിനെയാണ് എന്തറിയപ്പെടുന്നത്? ഇന്റർ ന്യൂറോൺ എന്ന് പറയുന്നത്. അപ്പം ഈ നോക്ക് നിങ്ങൾ, ഈ ഫിംഗറിൽ നിന്ന് നമ്മൾ നോക്കും, ഇവിടെ ഇമ്പൾസ് ഫോം ചെയ്തു. ഇമ്പൾസിനെ സെൻസറി നെർവ് എവിടെ എത്തിക്കും? സെൻസറി നെർവ് എവിടെ എത്തിക്കുന്നത്? ഇവിടെ സ്പൈനൽ കോഡിലെത്തിക്കും. അങ്ങനെ ഈ സ്പൈനൽ കോഡിൽ വെച്ച് എന്ത് ചെയ്യും? ഈ സെൻസറി നെർവ് ഇന്റർ ന്യൂറോണിന് കണക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇന്റർ ന്യൂറോൺ കൈമാറും ഇമ്പൾസിനെ. ഇന്റർ ന്യൂറോൺ ആർക്ക് കൈമാറും? മോട്ടോർ നെർവിന് കൈമാറും. മോട്ടോർ നെർവ് എന്താണ്? റിലേറ്റഡ് മസിൽസിലെത്തിക്കും. ആ റിലേറ്റഡ് മസിൽസിൽ എന്ത് ചെയ്യും?
ബോഡി കോർഡിനേറ്റ് ചെയ്ത് ഈ ഹാൻഡ് വിഡ്രോ ചെയ്യും. ഈ പ്രോസസ്സ് അല്ലേ, ഈ പ്രോസസ്സിനെയാണ് പൊതുവെ എന്തറിയപ്പെടുന്നത്, റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ റിഫ്ലക്സ് ആക്ഷനിൽ ഇമ്പൾസിൻ്റെ പാത്ത് വേക്ക് പറയുന്ന പേരാണിത് റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത്. റിഫ്ലക്സ് ആർക്ക് ഈസ് പാത്ത് വേ ദ റിഫ്ലക്സ് ആക്ഷൻ. അപ്പോൾ ഈ റിഫ്ലക്സ് ആക്ഷനിൽ ഇമ്പൾസിൻ്റെ പാത്ത് വേക്ക് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ സഞ്ചരിച്ച വഴിക്ക് പറയുന്ന പേരാണ് റിഫ്ലക്സ് ആർക്ക്. ഓർമ്മിക്കാലോ. ഇനി ഈ അൺകോൺഷ്യസ് ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്നത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ടുള്ള ഓട്ടോണിമസ് നെർവസ് സിസ്റ്റമാണ് അല്ലേ. നമ്മൾ ചില ഘട്ടത്തിലൊക്കെ എന്താണ് അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷനിലൊക്കെ തന്നെ നമ്മൾ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെ മുന്നിൽ ഒരു പാമ്പ് ഇങ്ങനെ വന്ന് നിൽക്കുന്നു അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുക? എന്ത് സംഭവിക്കാൻ? എല്ലാം തീർന്നു പാടാം അല്ലേ. അങ്ങനെയാ? അല്ല. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പാമ്പിനെ കാണുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്നൊരു സൗണ്ട് വരും, അയ്യോ എന്ന് പറയുന്നൊരു സൗണ്ട് ഉണ്ടാവും അല്ലേ. അപ്പം അങ്ങനെ അയ്യോ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ കുറേ ചേഞ്ച് സംഭവിക്കുന്നുണ്ട്, ഡിഫറെൻറ്റ് ചേഞ്ച്. എന്തൊക്കെയാണ് അല്ലേ? ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുക, സലൈവ ഡിക്രീസ് ചെയ്യുക, ഡിക്രീസ് ഇൻ സലൈവ, ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് അല്ലേ. പിന്നെ അതേപോലെ തന്നെ പ്യൂപ്പിൾ ഡയലേറ്റ്സ് അല്ലേ. പിന്നെ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചേഞ്ച് ബോഡിക്ക് സംഭവിക്കുന്നുണ്ട്. നോക്ക് നിങ്ങൾ, ആ പാമ്പ് അങ്ങ് പോയി കഴിഞ്ഞു, അവിടുന്ന് നമ്മൾ നിന്ന് പേടിച്ച് നിൽക്കുന്ന സമയത്ത്, ഫിയറിനാത്ത സമയത്ത് ആ പാമ്പ് എന്ത് ചെയ്യാണ്? പുറത്തേക്ക് പോകുന്നു. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ വീണ്ടും മാറ്റം വരും. എന്നാൽ നമ്മളൊരു സൗണ്ട് ഉണ്ടാവും. നേരത്തെ നമ്മൾ അയ്യോ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഹാവു എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ രണ്ട് ചേഞ്ച് ഉണ്ട് അല്ലേ. ആ സമയത്ത് ഹാർട്ട് ബീറ്റ് എന്ത് ചെയ്യും? നോർമൽ സ്റ്റേജിലേക്ക് വരും അല്ലേ. അപ്പോൾ ഈ ബോഡിയിലുള്ള ചേഞ്ചിലൊക്കെ മാറ്റം ഉണ്ടാവും. അപ്പം ഈ അൺകോൺഷ്യസ് ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്ന പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ടുള്ള ഓട്ടോണിമസ് നെർവസ് സിസ്റ്റമാണ് അൺകോൺഷ്യസ് ആക്ടിവിറ്റീസുകൾ കൺട്രോൾ ചെയ്യുന്നത്. നോക്ക് നിങ്ങൾ, ഇവിടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്ടാണ് ഏത്? പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ടു പാർട്സ്, സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറൽ നെർവസ് സിസ്റ്റവും ഓർമ്മിക്കുക നമ്മൾ. സെൻട്രൽ നെർവസ് സിസ്റ്റം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം 12 pairs ഓഫ് ക്രാനിയൽ നെർവ് ആൻഡ് 31 pairs ഓഫ് സ്പൈനൽ നെർവ്. ഇനി ഈ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ അല്ലേ അൺകോൺഷ്യസ് ആക്ടിവിറ്റീസ്, ഈ അൺകോൺഷ്യസ് ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്ന പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്ടാണ് എന്തറിയപ്പെടുന്നത്? ഓട്ടോണിമസ് നെർവസ് സിസ്റ്റം. ഇനി വാട്ട് ഈസ് ഓട്ടോണിമസ് നെർവസ് സിസ്റ്റം? എന്താണ് ഓട്ടോണിമസ് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ഓട്ടോണിമസ് നെർവസ് സിസ്റ്റം ഇൻക്ലൂഡൻ സിമ്പതറ്റിക് സിസ്റ്റം ആൻഡ് പാരാസിമ്പതറ്റിക് സിസ്റ്റം. ഈ സിമ്പതറ്റിക് സിസ്റ്റവും പാരാസിമ്പതറ്റിക് സിസ്റ്റവും ചേർന്നതാണ് എന്തറിയപ്പെടുന്നത്? ഓട്ടോണിമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം സിമ്പതറ്റിക് സിസ്റ്റവും ഇനി അതേപോലെ തന്നെ എന്താണ് പാരാസിമ്പതറ്റിക് സിസ്റ്റം. അപ്പോൾ ഈ സിമ്പതറ്റിക് സിസ്റ്റവും പാരാസിമ്പതറ്റിക് സിസ്റ്റവും ചേർന്നതാണ് ഏത്? ഓട്ടോണിമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓട്ടോണിമസ് നെർവസ് സിസ്റ്റം ആരുടെ ഭാഗമാണ്? പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്ടാണ് ഏത്? ഓട്ടോണിമസ് നെർവസ് സിസ്റ്റം. ഇനി നോക്കൂ നിങ്ങൾ, ഈ സിമ്പതറ്റിക് സിസ്റ്റവും പാരാസിമ്പതറ്റിക് സിസ്റ്റവും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഈ സിമ്പതറ്റിക് പാരാസിമ്പതറ്റിക്കും എന്താണ്? ഓപ്പോസിറ്റ് പ്രോസസ്സാണ് നടത്തുന്നത്. അതായത് സിമ്പതറ്റിക് ഏതെങ്കിലും ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പാരാസിമ്പതറ്റിക് എന്ത് ചെയ്യും? അത് ഡിക്രീസ് ചെയ്യും. അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവ രണ്ടും ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ മറ്റേത് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഒന്ന് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? മറ്റേത് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പ്രോസസ്സാണ് ഇത് രണ്ടും ചെയ്യുന്നത്. ആ രണ്ട് പ്രവർത്തനങ്ങളും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ബോഡി ആക്ടിവിറ്റീസ് നോർമൽ ലെവൽ എന്ത് ചെയ്യുന്നത്? സഞ്ചരിക്കുന്നത്. അപ്പം വാട്ട് ഈസ് സിമ്പതറ്റിക് സിസ്റ്റം ആൻഡ് പാരാസിമ്പതറ്റിക് സിസ്റ്റം?
അങ്ങനെ ഒരു ചോദ്യം സാധാരണഗതിക്ക് എന്ത് ചെയ്യാറില്ല, ചോദിക്കാറില്ല. പക്ഷെങ്കിൽ സിമ്പതറ്റിക് സിസ്റ്റത്തിലും പാരാസിമ്പതറ്റിക് സിസ്റ്റത്തിലും നടക്കുന്ന ബോഡി ചേഞ്ച് സാധാരണ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഇനി എന്താണ് സിമ്പതറ്റിക് സിസ്റ്റം, എന്താണ് പാരാസിമ്പതറ്റിക് സിസ്റ്റം എന്ന് നമുക്ക് എന്ത് ചെയ്യാനില്ല, ഇവിടെ പഠിക്കാനില്ല. വലിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കും. എന്നാലും സിമ്പതറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബ്രെയിനിലും സ്പൈനൽ കോഡിൻ്റെ എൻഡ് പാർട്ടിലൊക്കെ കാണപ്പെടുന്ന നെർവ് ഗാംഗ്ലിയോൺസൊക്കെ ചേർന്ന പാർട്ടിനെയാണ് സിമ്പതറ്റിക് സിസ്റ്റം. ഇനി ഈ വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഐദർ സൈഡിലുള്ള ഗാംഗ്ലിയോൺസും ബ്രെയിനിലെ ഗാംഗ്ലിയോൺ സെൻറ്ററും ചേർന്നൊക്കെയാണ് പാരാസിമ്പതറ്റിക് സിസ്റ്റം എന്നൊക്കെ പറയാം. പക്ഷേ അങ്ങനെ പഠിക്കാനില്ല. അപ്പം ഇത് രണ്ടിൽ നടക്കുന്ന ബോഡി ചേഞ്ച് നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ് സിമ്പതറ്റിക് സിസ്റ്റം, എന്താണ് പാരാസിമ്പതറ്റിക് സിസ്റ്റത്തിൽ നടക്കുന്ന ബോഡി ചേഞ്ച് എന്ന് നോക്കാം. അപ്പോൾ സിമ്പതറ്റിക്കിൽ എന്താണ് ഹാർട്ട് ബീറ്റ് ഇൻക്രീസ്, പാരാസിമ്പതറ്റിൽ എന്ത് ചെയ്യും, ഹാർട്ട് ബീറ്റ് നോർമൽ ലെവൽ അല്ലെങ്കിൽ ഡിക്രീസ്. ഇനി എന്താണ് ഗ്ലൈക്കോജൻ കൺവേർട്ട് ടു ഗ്ലൂക്കോസ്. സിമ്പതറ്റിക് സിസ്റ്റത്തിൽ ഗ്ലൈക്കോജൻ എന്താക്കി മാറ്റും, ഗ്ലൂക്കോസ് ആക്കി മാറ്റും. പാരാസിമ്പതറ്റിക്കിൽ എന്ത് ചെയ്യും, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റും. ഇനി അതേപോലെ തന്നെ എന്താണ് പ്യൂപ്പിൾ ഡയലേറ്റ്സ്. ഇനി അതേപോലെ തന്നെ അപ്പുറം എന്താണ് പ്യൂപ്പിൾ നോർമൽ, എന്താണ് പ്യൂപ്പിൾ നോർമൽ സ്റ്റേറ്റ്, പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരും. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് എന്ത് ചെയ്യുന്നത് ഈ സിമ്പതറ്റിക്കിലും പാരാസിമ്പതറ്റിക്കിലും നടക്കുന്നത്. ഇത് നിങ്ങളെ ടെസ്റ്റിലെ പട്ടിക അല്ലെങ്കിൽ ആ ടേബിൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെസ്റ്റിൻ്റെ മുകളിൽ ഇമ്പോർട്ടൻ്റ് എന്ന് എഴുതുക, അതങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. സിമ്പതറ്റിക്കിലും പാരാസിമ്പതറ്റിക്കിലും നടക്കുന്ന ഈ ബോഡി ചേഞ്ച് അല്ലേ. അപ്പം ഒന്ന് പാരാസിമ്പതറ്റിക്കിൽ യൂറിനറി ബ്ലാഡർ എന്താണ് സ്റ്റിമുലേറ്റ്, അല്ലെങ്കിൽ സിമ്പതറ്റിക്കിൽ എന്താണ് യൂറിനറി ബ്ലാഡർ റീസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പഠിക്കാനുണ്ട്. അങ്ങനെ സിമ്പതറ്റിക്കിലും പാരാസിമ്പതറ്റിക്കിലും ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടക്കുന്ന പ്രോസസ്സ് ഉള്ളത് കൊണ്ടാണ് ബോഡി ആക്ടിവിറ്റീസ് നോർമൽ ലെവലിൽ പോകുന്നത്. നോക്ക്, നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ പേടിച്ച് ഒരു പട്ടിയെ കണ്ട് നിങ്ങൾ പേടിച്ചോടുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോഡി ചേഞ്ച് ഉണ്ടാവും. ആ ബോഡി ചേഞ്ച് ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യും, ഇനി സലൈവ ഡിക്രീസ് ചെയ്യും അല്ലേ. അപ്പോൾ സലൈവ സിമ്പതറ്റിക്കിൽ സലൈവ ഡിക്രീസസ്, പാരാസിമ്പതറ്റിക് സലൈവ ഇൻക്രീസസ്. നോക്ക്, നിങ്ങൾ പട്ടിയെ കണ്ട് പേടിച്ച സമയത്ത് എന്താ ചെയ്യുക, സലൈവ ഡിക്രീസ് ആവും, ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ആവും അല്ലേ. പട്ടി തിരിച്ചു പോയി കഴിഞ്ഞാലോ അതങ്ങനെ തന്നെ ഹാർട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മൾ മരണം വരെ സംഭവിക്കാം. അപ്പം അതേ സമയത്ത് എന്ത് നടക്കും, പാരാസിമ്പതറ്റിക് പ്രവർത്തനം നടക്കും. സിമ്പതറ്റിക് ഏതെങ്കിലും പ്രവർത്തനത്തെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പാരാസിമ്പതറ്റിക് എന്ത് ചെയ്യും, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ പ്രവർത്തനം നടത്തും. അപ്പം ഈ തരത്തിലുള്ള പ്രോസസ്സ് കൊണ്ടാണ് ബോഡി ആക്ടിവിറ്റീസ് നോർമൽ ലെവൽ കടന്നു പോകുന്നത്. അപ്പോൾ ഇതുകൂടിയും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ആ ഭാഗത്ത് പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പോൾ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ ഇനി നമുക്ക് പഠിക്കാനുള്ള ഈ നെർവിനെ എഫക്റ്റ് ചെയ്യുന്ന കുറേ ഡിസീസ് ഉണ്ട്. ആ നെർവിനെ എഫക്റ്റ് ചെയ്യുന്ന ഡിസീസാണ് അൾഷിമേഴ്സ്, പാർക്കിൻസൺ, ഇനി അതേപോലെ തന്നെ എന്താണ് എപ്പിലെപ്സി, പോളിയോമൈലൈറ്റിസ്, സ്ട്രോക്ക്, മെനിഞ്ചൈറ്റിസ്. ഇതൊക്കെ എന്താണ് ഈ നെർവിനെ എഫക്റ്റ് ചെയ്യുന്ന ഡിസീസാണ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഒരു 3 ഡിസീസാണുള്ളത്. അതിലൊന്നാണ് അൾഷിമേഴ്സ്. വാട്ട് ഈസ് അൾഷിമേഴ്സ്? അൾഷിമേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സിനിമ ഓർമ്മ വരിക അല്ലേ, ഒരു മറവി അല്ലേ, അതായത് ലോസ് ഓഫ് മെമ്മറി, മറവി ഉണ്ടാകുക. അപ്പോൾ അൾഷിമേഴ്സ് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് നോക്കാം നമുക്ക്. അതായത് ബ്രെയിനിൽ ഇൻസോലുബിൾ പ്രോട്ടീൻ അക്യുമുലേറ്റ് ചെയ്യുക, ഇൻസോലുബിൾ പ്രോട്ടീൻ അക്യുമുലേറ്റ് ചെയ്യുക. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുക, ന്യൂറൽ ടിഷ്യൂസ് ഡിസ്ട്രോയിഡ്, ബ്രെയിനിലെ ന്യൂറൽ ടിഷ്യൂസ് എന്ത് ചെയ്യുകയാണ്, ഡിസ്ട്രോയ് ചെയ്യപ്പെടുക. അതായത് ന്യൂറോൺസ് എന്ത് ചെയ്യുക, ഡിസ്ട്രക്ഷൻ സംഭവിക്കുക. എങ്ങനെയാണ് ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നത്, ഈ അക്യുമുലേഷൻ ഓഫ് ഇൻസോലുബിൾ പ്രോട്ടീൻ. അതായത് ഈ ഇൻസോലുബിൾ പ്രോട്ടീൻ അക്യുമുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അടിഞ്ഞു കൂടിയിട്ട് എന്ത് ചെയ്യുകയാണ്, ഈ ന്യൂറോൺ ഡിസ്ട്രക്ഷൻ സംഭവിക്കുക, ന്യൂറോൺ നശിച്ചു പോവുക. ഇതിനെയാണ് എന്തറിയപ്പെടുന്നത്, അൾഷിമേഴ്സ്. ഇതിൻ്റെ സിംറ്റംസ് ആണ്. എന്തെല്ലാം ഇതിൻ്റെ സിംറ്റംസ്? ഒന്ന് എന്താണ്, ലോസ് ഓഫ് മെമ്മറി. അത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടത്. ലോസ് ഓഫ് മെമ്മറി അല്ലേ, മറവി ഉണ്ടാകുക അല്ലേ, കണ്ടിന്യൂസ് റൊട്ടൈൻ വർക്ക് അല്ലെങ്കിൽ റൊട്ടൈൻ വർക്ക് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ റൊട്ടൈൻ വർക്കും ഒക്കെ തന്നെ എന്താണ് നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ ഓർമ്മയില്ലാതിരിക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഇതിൻ്റെ സിംറ്റംസ്. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന നിലയ്ക്ക് ഇല്ല, പ്രത്യേക ട്രീറ്റ്മെൻ്റ് ഒന്നും എന്തിനില്ല, ഈ അൾഷിമേഴ്സിന് ഇല്ല എന്നുള്ളതാണ്. ഇനി മറ്റൊന്നെന്താണ്, പാർക്കിൻസൺ ഡിസീസ്. പാർക്കിൻസൺ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിലെ സ്പെഷ്യൽ ഗാംഗ്ലിയോൺ ഡിസ്ട്രോയിഡ്, അതായത് പ്രത്യേകം ഗാംഗ്ലിയോണുകൾ എന്ത് ചെയ്യുകയാണ്, ഡിസ്ട്രോയ് ചെയ്യപ്പെടുക, നശിക്കുക. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുക, ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള ഡോപ്പാമിൻ്റെ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുക. അപ്പോൾ എന്താ ഇവിടെ ഓർമ്മിക്കേണ്ടത്,
അതായത് സ്പെഷ്യൽ ഗാംഗ്ലിയോൺ ഡിസ്ട്രക്ഷൻ, ഗാംഗ്ലിയോൺ നശിക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത്, ഈ ഡോപ്പാമൈൻ്റെ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുക. അതുകൊണ്ടുണ്ടാകുന്ന ഡിസീസാണ് ഏത്, പാർക്കിൻസൺ ഡിസീസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് അതിൻ്റെ സിംറ്റംസ്? അതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഒന്ന് സിംറ്റംസ് ആണ് പറഞ്ഞത്. ഇനി സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ബോഡി ബാലൻസ് നഷ്ടപ്പെടുക. ഇനി ഷിവറിങ് ഓഫ് മസിൽസ്, അല്ലേ, പേശികൾ ഷിവറിങ് ഉണ്ടാകുക. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത്. ലോസ് ഓഫ് ബോഡി ബാലൻസ്, ഷിവറിങ് ഓഫ് മസിൽസ്. ഇനി അടുത്തത് നമുക്ക് എന്താ പറയുന്നത്, എപ്പിലെപ്സി നമുക്കറിയാം, സാധാരണ അപസ്മാരം എന്ന് പറയുന്ന മലയാളത്തിൽ പറയുന്ന രോഗമാണ് എപ്പിലെപ്സിയുടെ കാരണം എന്താണ്, ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ഇമ്പൾസ് ഇൻ ദ ബ്രെയിൻ, അല്ലെങ്കിൽ ബ്രെയിനകത്തുള്ള ഈ ന്യൂറോണുകൾക്കകത്ത് ഇറഗുലർ ഫ്ലോ ഉണ്ടാകുക, അമിതമായിട്ടുള്ള ഓവർ ഫ്ലോ ഉണ്ടാകുക. ഇതിൻ്റെ ഇമ്പൾസിൻ്റെ ഓവർ ഫ്ലോ കൊണ്ടുണ്ടാകുന്ന ഡിസീസാണ് ഏത്, ഈ കണ്ടിന്യൂസ് ആൻഡ് റെഗുലർ ഫ്ലോ ഓഫ് ഇമ്പൾസസ് ഇൻ ദ ബ്രെയിനകത്ത് അമിതമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇമ്പൾസ് അമിതമായിട്ട് കടന്നു പോകുന്നതാണ് ഏതറിയപ്പെടുന്നത്, എപ്പിലെപ്സി എന്നറിയപ്പെടുന്നത്. ഇനി ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റ് അൺകോൺഷ്യസ്, അല്ലെങ്കിൽ എന്താണ്, അൺകോൺഷ്യസ് ആവുക, അബോധത്തിലേക്ക് എന്ത് ചെയ്യുക, ആവുക. പിന്നെ അതേപോലെ തന്നെ ഷിവറിങ് ഉണ്ടാകുക, വിറയലുണ്ടാവുക. ഇനി മറ്റൊന്നെന്താണ്, ഫ്രോത്തി അല്ലെങ്കിൽ ഫ്രോത്തി മൗത്ത്. അപ്പോൾ നമ്മളിതിൻ്റെ സിംറ്റംസ് ആണ് പറഞ്ഞത്. എന്താണ്, കണ്ടിന്യൂസ് മസ്കുലർ ആക്ടിവിറ്റീസ്, അല്ലേ. ഇനി ഫ്രോത്തി ഡിസ്ചാർജ് ഫ്രം മൗത്ത്, എന്താണ്, പിന്നെ പേഷ്യൻ്റ് അൺകോൺഷ്യസ് മൈൻഡിലേക്ക് മാറുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും എപ്പിലെപ്സിയുടെ സിംറ്റംസ്. ഇനി നമ്മൾ പറഞ്ഞത് ഈ 3 ഡിസീസാണ്. ഇനി ഇത് കൂടാതെ നമ്മൾ പറഞ്ഞു സ്ട്രോക്ക് ഉണ്ട്, മെനിഞ്ചൈറ്റിസ്, പോളിയോമൈലിറ്റിസ്. ഇതൊക്കെ എന്താണ്, ഈ നെർവിനെ എഫക്റ്റ് ചെയ്യുന്ന ഡിസീസാണ്. അപ്പം ഇതിൻ്റെ പറഞ്ഞ 3ൻ്റെയും 1-2 പോയിൻ്റ് നമ്മൾ പഠിച്ചു വെക്കണം. ആദ്യം നമ്മൾ പറഞ്ഞത് ഏതാണ്, അൾഷിമേഴ്സിൻ്റെ 2 പോയിൻ്റാണ്. ഒന്ന് അക്യുമുലേഷൻ ഓഫ് ഇൻസോലിബിൾ പ്രോട്ടീൻ, ഒന്ന് ബ്രെയിനിൽ ഇൻസോലിബിൾ പ്രോട്ടീൻ അക്യുമുലേറ്റ് ചെയ്യുക. 2ാമത്തെ പോയിൻ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ന്യൂറോൺ നശിക്കുക. ഇനി പാർക്കിൻസൻ്റെ 2 പോയിൻ്റ് എന്താണ്, ഡിസ്ട്രക്ഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോൺ, ബ്രെയിനിലെ സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോൺ ഡിസ്ട്രക്ഷൻ സംഭവിക്കുക. മറ്റെന്താണ്, ഡിക്രീസ് ഇൻ പ്രൊഡക്ഷൻ, എന്താണ്, ഡോപ്പാമിൻ്റെ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുക, 2ാമത്തെ പോയിന്റ്. ഇനി ഇവിടെ എന്താണ്, എപ്പിലെപ്സിയുടെ എന്താണ്, എപ്പിലെപ്സി എന്ന് പറയുന്നത് ഇറഗുലർ ഫ്ലോ ഓഫ് ദ എന്താണ് ഇമ്പൾസസ്, അതാണ് ഒരു പോയിന്റ്, ഓർമ്മിച്ച് വെക്കുക. അല്ലെങ്കിൽ ഓവർഫ്ലോ ഓഫ് ദ ഇലക്ട്രിക് ഇമ്പൾസസ്. ഈ പോയിന്റുകളാണ് ഈ ഭാഗത്ത് ഓർമ്മിച്ച് വെക്കാനുള്ളത്. അപ്പോൾ ആ ടെസ്റ്റിനകത്തുള്ള ആ ടേബിൾ അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, ഓർമ്മിച്ച് വെക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇത്രയുമാണ് ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നന്നായിട്ട് വായിക്കുക. ഇതുവരെയുള്ള ഭാഗങ്ങളിൽ ഏതെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ക്ലാസ്സിലെ ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഞാൻ ക്ലാസ്സിനകത്ത് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്ര വരെ നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്ക് അടുത്ത പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.